നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കുന്നത് സൈക്കോളജിയില് സൈക്കോ അനാലിസിസ് അപ്രോച്ച് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സമീപനത്തിൽ അദ്ദേഹത്തിന്റെ ആശയത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്ന സങ്കല്പം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പം, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ നമുക്ക് അവസാനമായി പഠിക്കാനുള്ള ഭാഗമാണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ. അതെന്താന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്, മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ. നമ്മൾ ഈ ലിബിഡോയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ലിബിഡോ, ഈറോ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലിബിഡോ അഥവാ ലൈംഗിക ചോദനയുടെ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ചോദനയാണ് എന്ന് നമ്മൾ ഇതേ സിദ്ധാന്തത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ലിബിഡോയുടെ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, ലൈംഗിക ചോദനയുടെ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വികാസ ഘട്ടങ്ങൾ ഉണ്ടെന്ന് ഫ്രോയിഡ് പറയുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയാണ് 5 വികാസ ഘട്ടങ്ങൾ ഉണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ലിബിഡോ അഥവാ ലൈംഗിക ചോദനയുടെ അടിസ്ഥാനത്തിൽ. ഓരോ ഘട്ടത്തിലും ശരീരത്തിന്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു. ഇവയെ ലൈംഗികോത്തേജന മേഖലകൾ അഥവാ ഈറോജീനസ് സോൺ എന്നാണ് വിളിക്കുന്നത്. ഈറോസും തനാറ്റോസും നമ്മൾ പഠിച്ചതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തത്തില് ഒരു ഭാഗം മനസ്സിനെ 3ആയിട്ട് തിരിക്കുന്നതാണ്: ബോധം, അബോധം, ഉപബോധം. രണ്ടാമത്തെ ഭാഗവും മനസ്സിനെ 3ആയിട്ട് തിരിക്കുന്ന തന്നെയാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അടുത്ത ഭാഗം അഥവാ അവസാനത്തെ ഭാഗം ലിബിഡോ അല്ലെങ്കിൽ ലൈംഗിക ചോദനയുടെ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഫോക്കസിംഗിന്റെ അടിസ്ഥാനത്തിലാണ് 5 വികാസ ഘട്ടങ്ങളായിട്ട് ഫ്രോയിഡ് വിശദീകരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ശരീരത്തിന്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇവയെ ലൈംഗിക ഉത്തേജന മേഖലകൾ, ആ കേന്ദ്രീകരിക്കപ്പെടുന്ന ഭാഗത്തെ ലൈംഗിക ഉത്തേജന മേഖലകൾ അല്ലെങ്കിൽ ഈറോജിനസ് സോൺ എന്നാണ് വിളിക്കുക. അങ്ങനെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വദനഘട്ടം, ദാറ്റ് ഈസ് ഓറൽ സ്റ്റേജ്. ചെറിയ കുട്ടികളെ കാണാറില്ലേ നിങ്ങൾ? എല്ലാം കൈ കിട്ടുന്ന ഒക്കെ എടുത്ത് വായിലിടുന്ന അങ്ങനെയൊക്കെയുള്ള സ്വഭാവം കാണാറില്ലേ? അപ്പം വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ്. അങ്ങനെ ഘട്ടമായിട്ടാണ് കുട്ടികളെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കാം. വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ്. സെക്കൻഡ് വൺ ഗുദഘട്ടം അല്ലെങ്കിൽ ആനൽ സ്റ്റേജ്. ലിംഗഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ്. നിർലീനഘട്ടം അല്ലെങ്കിൽ ലാറ്റൻസി സ്റ്റേജ്. ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ജെനൈറ്റൽ സ്റ്റേജ്. ഇങ്ങനെയാണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്? ലിബിഡോ അഥവാ ലൈംഗിക ചോദനയുടെ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഓരോ ഘട്ടത്തിലും ശരീരത്തിന്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ ഭാഗത്തെയാണ് ലൈംഗിക ഉത്തേജന മേഖലകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എത്ര ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 5 ഘട്ടത്തിലൂടെ. വദനഘട്ടം ഓറൽ സ്റ്റേജ്, ഗുദഘട്ടം ആനൽ സ്റ്റേജ്, ലിംഗഘട്ടം ഫാലിക് സ്റ്റേജ്, നിർലീനഘട്ടം ലാറ്റൻസി സ്റ്റേജ്, ജനനേന്ദ്രിയ ഘട്ടം ജെനൈറ്റൽ സ്റ്റേജ്. ഇനി നമുക്ക് ഈ ഓരോ ഘട്ടവും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കാം.